നമുക്ക് ഡൽഹിയുടെ ഒരു നൈറ്റ് ട്രാവൽ കണ്ടാലോ ചുമ്മാ. ബസ് ഏരിയ, എംബസി ഏരിയ. ഓക്കെ, നമുക്ക് ഇത് എംബസി, എല്ലാ എംബസികളും ഉള്ള ഏരിയ ആണ്. ഇരുട്ടത്ത് ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ ആ ഒരു നൈറ്റ് ട്രാവലിൻ്റെ ഫീലൊന്ന് കണ്ടുപോകും. ഡൽഹിയിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏതൊക്കെ വണ്ടിയുടെ മറ്റേ നമ്പർ പ്ലേറ്റ് നോക്കിയാലും ഓരോ വണ്ടിക്കും ഓരോ സ്ഥലത്തായിരിക്കും. ചിലത് UP ആയിരിക്കും, ചിലത് ഡൽഹി ആയിരിക്കും, ചില ഹരിയാന ആയിരിക്കും. അതായത് ഇവിടുന്ന് 300 കിലോമീറ്റർ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും വേറൊരു സംസ്ഥാനമാണ്. नेशनल रेल म्यूजियम जाने സമയം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. വൈകിട്ട് 7 മണിയായിട്ടുള്ളൂ. വൈകിട്ട് 7 മണിയായപ്പോഴേക്കും റോഡുകളൊക്കെ കാലിയായിട്ടുണ്ട്. കാരണം അത്യാവശ്യം തണുപ്പുണ്ട് ഡൽഹിയിൽ. 7 बजे पूरा बंद हो जाएगा ना? क्या जी? 7 बजे 7-8 बजे में गाड़ी ना गाड़ी चलती रहती पूरी रात, फुल नाइट. ओके, इतने ट्रैफिक तो कम मिला था इसलिए कुछ. നമ്മൾ മുംബൈയും നമ്മുടെ ഇതൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തോ കുഞ്ഞ് പണി കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതൊക്കെ എംബസി ഏരിയ തന്നെയാണ്. ഡൽഹി സിറ്റിയിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഹൈറ്റുള്ള ബിൽഡിങ്ങുകൾ കുറവാണ്. അതിന് പറഞ്ഞാൽ ഗാസിയാബാദ് ആ ഭാഗത്തേക്കൊക്കെ പോകണം. അവിടെ ഗുഡ്ഗാവ് ഭാഗത്തേക്കൊക്കെ പോയാലാണ് വലിയ ബിൽഡിങ്ങുകളുള്ളത്. ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളുടെ ഹൈറ്റ് കുറവാണ്. സെന്റ് മാർട്ടിൻ മാർക്ക്. പ്ലേസ് നമ്മളൊന്ന് വഴി ഇന്ത്യ ഗേറ്റ്, ബാപ്പുധാം ഏരിയ. ബാപ്പുധാം ഏരിയ. അവിടെ ഒരു കല്യാണ വീടിൻ്റെ ഒരു സംഭവം കണ്ട് കാണിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കവർ ചെയ്ത് പോയി. പോകുന്ന ഹരിയാന വണ്ടിയാണ്, HR സർദാർ പട്ടേൽ റോഡ്.
പഞ്ചശീൽ മാർഗ്. അവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ ഇങ്ങനെയാണ്. ചുറ്റും നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു സിഗ്നലിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡിൽ ഡൽഹി രജിസ്ട്രേഷൻ ആണെങ്കിൽ അടുത്ത സൈഡിൽ ഹരിയാന രജിസ്ട്രേഷനാണ്. ഇവിടെ അങ്ങനെയായിരിക്കും, എല്ലാ സംസ്ഥാനത്തിലുള്ള വണ്ടികളുണ്ടാവും. മുംബൈയിലാണെങ്കിൽ അങ്ങനെയൊന്നും കാണില്ല. മുംബൈയിലാണെങ്കിൽ MH അങ്ങനെ കൂടുതലുള്ളൂ. ബാക്കിയൊക്കെ വല്ല അപൂർവങ്ങളിലൊക്കെ കണ്ടാലുള്ളൂ. फॉरेस्ट एरिया है. अच्छा, ലെഫ്റ്റിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ റൈറ്റും ലെഫ്റ്റും ഒക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ കുറച്ച് അതേ ഔട്ടറൊന്നും പോകുന്നില്ല, കുറച്ച് സിറ്റി ഉള്ളിൽ തന്നെ അങ്ങനെ ഒന്ന് കറങ്ങിയതാണ്. മുംബൈ പോലല്ല, ഡൽഹി കുറച്ചുകൂടി ഡീസൻസി ഉണ്ട് വണ്ടികൾ ഓടിക്കാനായിട്ട്. മുംബൈ റഷ് ഡ്രൈവാണ്, കുത്തിക്കയറ്റി ഞാൻ പോകും. ഇവിടെ അത്രയും കുഴപ്പമില്ല. നമുക്ക് പോകേണ്ട സ്ഥലം കരോൾ ബാഗാണ്. കരോൾ ബാഗ് ഇൻഡിക്കേഷൻ ഉണ്ട്. കരോൾ ബാഗ് കുറച്ച് ക്രൗഡുള്ള സ്ഥലമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു മാർക്കറ്റിനോട് അടുത്ത സ്ഥലമാണ്. അപ്പോൾ സീനിൽ വരുന്നവരെ ഒന്ന് കാത്തിരിക്കാം. നമുക്ക് സീനിൽ വന്നിട്ട് പിന്നെയും ട്രാവൽ മുന്നോട്ട് പോകാം. ഒരു നൈറ്റ് ട്രാഫിക് കാണാൻ ഒരു രസമല്ലേ. ഡൽഹിയിൽ വന്നിട്ട് നൈറ്റ് ട്രാഫിക് എടുത്തില്ല എന്നുള്ളൊരു പരാതി വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് റെഡ് ലൈറ്റിൻ്റെ ഇടയിൽ നമ്മളൊരു ഫീൽ ഗുഡ് फोटो है. थोड़ा रेड लाइट आ रहा है ना, इसलिए പിന്നെ നമ്മൾ യാത്ര അങ്ങ് തുടർന്നു. ഡൽഹിയിൽ എല്ലായിടത്തും നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് മോർണിംഗ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നൈറ്റ് ആയി കഴിഞ്ഞാലും പല സ്ഥലത്തും ഇതുപോലെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ LED ലൈറ്റ്സുകളുണ്ട്. നൈറ്റിലിങ്ങനെ വണ്ടിയിൽ പോകാനൊരു സുഖമല്ലേ.
അത് നമുക്കറിയാത്ത സ്ഥലത്ത്, നമുക്കറിയാത്ത സംസ്ഥാനത്ത് കിടന്ന അലറാണ് ഒരുത്തത്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഹരിയാന വണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെയും ഹരിയാനക്കാരൻ കയറി. ഇപ്പൊ ഡൽഹിക്കാരൻ ഔട്ടായി. അപ്പൊ ഡൽഹിക്കാരനൊക്കെ കയറി. അങ്ങനെ 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 അപ്പുറത്തൊരു കാട്ടുപ്രദേശം ഉണ്ടോ? നമ്മുടെ കരോൾ ബാഗിലേക്ക് നമ്മൾ എത്താനുള്ള പരിപാടികളാണ്. ऐसे कितना दूर है करोल बाग? 15 मिनट का रास्ता है. 15 मिनट. ओके. 3 किलोमीटर. 3 किलोमीटर. ഓക്കെ. ഇവിടുന്ന് 3 കിലോമീറ്റർ ആണ് കരോൾ ബാഗ്. പക്ഷെ പുള്ളി പറഞ്ഞാൽ 15 മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 3 കിലോമീറ്റർ 15 മിനിറ്റ് ഓടിക്കണം എന്നാ പറഞ്ഞത്. ട്രാഫിക് ഉണ്ടാകാം എന്നുള്ളതാണ് ഊഹം.